ഞാൻ ബിനിത. ഇന്ന് നമ്മൾ സർവ്വസാധാരണയായിട്ട് കാണുന്ന ഒന്നാണ് കൗൺസിലിംഗ്. എന്താണ് കൗൺസിലിംഗ്? ആർക്കൊക്കെ കൗൺസിലിംഗ് കൊടുക്കാം? എന്തിനു വേണ്ടിയാണ് കൗൺസിലിംഗ്? ഇതിനെക്കുറിച്ചൊക്കെ വളരെ തെറ്റായ ധാരണ നിലനിൽക്കുന്നുണ്ട്. കൗൺസിലിംഗ് ഒരിക്കലും മാനസിക രോഗികൾ കൊടുക്കുന്ന ചികിത്സയല്ല. കൗൺസിലിംഗ് എന്നാല് പരിശീലനം ലഭിച്ചൊരു വ്യക്തി വേറൊരു വ്യക്തിയുടെ ജീവിതത്തിൽ എന്തെങ്കിലും തടസ്സങ്ങളോ പ്രതിസന്ധികളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റാനും അവരുടെ ജീവിതം കുറച്ചും കൂടി ക്വാളിറ്റി ഉള്ളതാക്കാനും അങ്ങനെ ഉത്തരവാദിത്തോടെ ജീവിക്കാനും വേണ്ടിയിട്ട് അവരെ സഹായിക്കാണ് കൗൺസിലിംഗ് കൂടെ ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു വ്യക്തി കൗൺസിലിംഗിന് പോവാണെങ്കിൽ ആ വ്യക്തിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ട്, അവൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് അവൻ പോകുന്നത് എന്നുള്ള തെറ്റായ ധാരണ മിക്ക ആളുകൾക്കുണ്ട്. കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഉപദേശം കൊടുക്കലല്ല, അവരെ ശാസ്ത്രീയമായ രീതിയിൽ പല പ്രോസസ്സിലൂടെ പോയി അവരെ എവിടെയാണ് ഒരു പ്രോബ്ലം എന്ന് മനസ്സിലാക്കി കൊടുക്കാനാണ്. ഒരു കുട്ടിക്ക് ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് ആ കുട്ടിക്ക് ആ സഡനായി വന്ന പ്രശ്നമായിരിക്കില്ല, അവന്റെ ഡെലിവറി സമയത്തോ പ്രഗ്നൻസി പീരീഡിലോ അങ്ങനെ പല പല ഘട്ടങ്ങളിൽ വന്നിട്ടുള്ള ബുദ്ധിമുട്ടായിരിക്കും ചിലപ്പോൾ ആ കുട്ടിയുടെ ബിഹേവിയറിൽ കാണിക്കുന്നത്. അതെന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് അവരെ സഹായിച്ചു കൊടുക്കുക. അതാണ് കൗൺസിലിങ്ങിനോട് ചെയ്യുന്നത്. കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ ഒരു അഡ്വൈസ് അല്ല, അവരെ ഉപദേശിച്ച് നന്നാക്കലും അല്ല. മിക്കവാറും ചിന്തിക്കുന്നത് അങ്ങനെയായിരിക്കും, ഒരു ഉപദേശമാണെന്നാണ് മിക്കവരും ചിന്തിക്കാറ്. കൗൺസിലിങ്ങിലൂടെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എന്താണ് പ്രശ്നമെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ സഹായിക്കുന്നു. അവരുടെ ജീവിതത്തിൽ എന്താണ് പ്രോബ്ലം എന്ന് അവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സഹായിക്കുന്നു. അതിനുപോലെ തന്നെ ഈ പ്രശ്നത്തിന്റെ പരിഹാര മാർഗങ്ങൾ എന്തൊക്കെയാന്നുള്ളത് അവരെ കൊണ്ട് തന്നെ ചിന്തിപ്പിക്കാനായിട്ട് അവരെ പ്രേരിപ്പിക്കുന്നു. ഈ മനസ്സിലാക്കിയ പരിഹാര മാർഗങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ആപ്റ്റായത്, ആ പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട് നമുക്കത് പറ്റുമോ, നമ്മൾ അതെങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് ആ വ്യക്തിയെ കൊണ്ട് ചിന്തിപ്പിക്കുകയാണ് പ്രധാനമായും കൗൺസിലിംഗിലൂടെ ചെയ്യുന്നത്. അതിലൂടെ ആ വ്യക്തിയെ ഉത്തരവാദിത്തത്തോടെ ജീവിതത്തിൽ കുറച്ചുകൂടി സന്തോഷമായി ജീവിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നു. ഇതാണ് കൗൺസിലിംഗിൽ വന്നു പോകുന്ന ഒരു വ്യക്തിക്ക് ലഭിക്കുന്നത്.